ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് പിസ്സ തയ്യാറാക്കി നോക്കാം കേട്ടോ. പിസ്സയൊക്കെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പിസ്സ അങ്ങ് തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈസ്റ്റ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മെൽറ്റ് ചെയ്തെടുക്കാനാൽ ഈസ്റ്റ് നമ്മളൊന്ന് കുതിർത്തി വെക്കണം ഇച്ചിരി വെള്ളത്തിൽ. അപ്പോൾ അത് മാവിലോട്ട് ഒഴിക്കുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു സ്പൂൺ നിറയെ ഈസ്റ്റും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഈസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരും കേട്ടോ. അതങ്ങനെ പതഞ്ഞ് വരും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഈ രീതിയിൽ നമ്മളൊരു 5 മിനിറ്റൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഞാനിവിടെ ഒരു ബൗളിൽ നിറയെ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം നമുക്ക് പിസ്സ വേണോ അതിനനുസരിച്ച് തയ്യാറാക്കാവുന്ന കേട്ടോ. ഞാനിവിടെ വലിയ 2 പിസ്സയായിട്ട് തയ്യാറാക്കുന്നത്. അതിനാണ് ഒരു വലിയ ബൗൾ നിറയെ ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, ഈ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടിയിലോട്ട് എല്ലായിടത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലും ഉപ്പൊക്കെ എല്ലായിടത്തും എത്തത്തുള്ളൂ. ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഒരു ഈസ്റ്റിൻ്റെ ഒരു മിക്സ് മാറ്റി വെച്ചിരുന്നല്ലോ, അതിലോട്ടും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിത് കൈ വെച്ചൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിലോട്ട് വെള്ളം പറയുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ചൂടും പാടില്ല, എന്നിട്ട് തീരെ ചൂടില്ലാത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മളിതിലോട്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് നല്ലതുപോലെ ഒന്ന് മാവ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റിൽ മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്ന വരെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊരു കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരുന്നേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല ബോൾസ് പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുഴച്ചെടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതേ രീതി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ലപോലെ മാവ് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ആണെങ്കിലും നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ പിസ്സയാണോ തയ്യാറാക്കുന്നത്, അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി ഞാൻ ചിക്കനിലോട്ട് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചിക്കൻ ഒരു 2 മണിക്കൂർ പോലെ തന്നെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതനുസരിച്ച് ഇതിന് ടേസ്റ്റും കൂടും കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, എന്നാലും ഒരു 3/4 വേവ് എന്തായാലും ആവണം. ഭയങ്കര ഒരു ക്രിസ്പിനെസ് ആവുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇത് സോഫ്റ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഞാനുണ്ടല്ലോ ഒരു 10-15 മിനിറ്റോളം അത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടും ചെറുതാക്കി ചിക്കൻ പീസുകൾ ഇടാം കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞാൽ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ചെറിയ ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാൻ തോന്നുമല്ലോ. ഇപ്പോൾ നമ്മുടെ
ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേ രീതിയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബൗളിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം. നമുക്കങ്ങ് പിസ്സ തയ്യാറാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് മാവ് നോക്കാം. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൈപ്പിടിയിൽ ഒരു കുഞ്ഞു ബോൾ അളവിൽ മാവ് എടുക്കുക കേട്ടോ. മാവ് ആദ്യം ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഇതേ രീതിയിൽ പാത്രത്തിൻ്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ പ്രസ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്രത്തോളം അളവിലുള്ള പിസയാണോ വേണ്ടത് അതിനനുസരിച്ച് മാവ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് പാനിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണേ. നമ്മൾ ആദ്യം ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാനിലിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല വലിയ പിസയായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗം നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് പോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നമ്മളിനി പിസ്സ സോസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ സോസൊക്കെ നല്ലതുപോലെ ഒന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതിന് മുകളിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം, പിസ്സ സോസും ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഞാൻ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീബയുടെ പിസ്സ സോസാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിസ്സ തയ്യാറാക്കുന്ന സമയത്ത് മിക്കവാറും ഇതേ പിസ്സ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. പിസ്സ സോസ് നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സയുടെ സോസൊക്കെ ഇഷ്ടം കുറവുള്ളവർ ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ സോസൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വളരെ ചെറുതാക്കി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇച്ചിരി ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ ഞാൻ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലൂടെ ചീസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ചീസ് വേണോ അതിനനുസരിച്ച് ചീസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നല്ലതുപോലെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് മുകളിലോട്ട് ഇച്ചിരി ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കേണ്ട ഇതേ രീതിയിൽ ഇച്ചിരി ഒറിഗാനോ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പിസയ്ക്ക്. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ട് ഇതേ രീതിയിൽ ഒരു 10-15 മിനിറ്റ് നടത്തി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരും. അപ്പം നമ്മുടെ ഇവിടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് നൊടിയിടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ പിസ്സ വീട്ടിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോലെ നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.